ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി ലേറ്റാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. എല്ലാവരും തന്നെ ഇതിനോടകം ഇട്ടിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 2026 നീറ്റ് എക്സാം റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് റീ എക്സാം വയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴാണെന്ന് അറിയത്തില്ല, ഒരു 2 മാസം കൂടെ നമുക്ക് സമയം കിട്ടിയ പോലെയാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ഇത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എൻ്റെ ഹോസ്റ്റലിൽ തന്നെ റൂംമേറ്റ്സ് തന്നെ 2-3 പിള്ളേർ റിപ്പീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇപ്പം 10ാം ക്ലാസ് തൊട്ട് പഠിച്ച് കോച്ചിങ് എടുത്ത് വന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇപ്രാവശ്യം എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു എന്ന് കേട്ടു. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഈ ഒരു കാര്യം ഭയങ്കര ഷോക്കായി. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാകും. അതുപോലെ കുറേ കുട്ടികൾക്ക് നല്ലൊരു അവസരമായി, ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായി. പക്ഷേ ഒരു കാരണവശാലും ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിനി ആകെ രണ്ട് മാസം കൂടെ ഉള്ളത്. അപ്പം ഞാനൊരു പ്ലാൻ ബി പോലെ തന്നെ വേറൊരു എൻട്രൻസ് എക്സാമും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയത്തില്ല, മേ ബി അതിനി കിട്ടുവാണെങ്കിൽ തന്നെ, നോട്ട് ഷുവർ, ബട്ട് അതിന് കിട്ടുവാണെങ്കിൽ തന്നെ ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ സീറ്റും കൂടെ പോകുന്ന അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ നീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ അതും ഇതും ഏതാണെന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ആരും ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ടിരിക്കുക. ഇപ്പോൾ നീറ്റ് എക്സാം എഴുതിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാർക്കുള്ള ആൾക്കാർ നന്നായിട്ട് ഒന്നും കൂടെ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ എക്സാം കുറച്ചും കൂടെ ടഫാക്കാനേ ചാൻസ് ഉള്ളൂ എന്നാണ് എല്ലായിടത്തും കേട്ടത്. അപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിനി കണ്ടിന്യൂസ് എക്സാം ഇടുക തന്നെ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതുകൊണ്ട് എക്സാം കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ എന്നെപ്പോലുള്ള കുറേ കുട്ടികൾ പഠിച്ചാലും മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സസോ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അതിന് ശേഷം നമുക്ക് എക്സാം എഴുതാം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവം വിചാരിക്കുന്ന പോലെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇനി പ്ലാൻ ബി കണ്ടുവച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ പോലെ ഒന്ന് ആലോചിക്കുക, ഏത് വേണം എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ലൈക്കും ചെയ്യണം. എൻ്റെ വ്യൂസ് കൂടുന്നുണ്ട്, പക്ഷേ ലൈക്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.